ആദ്യം തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം നിന്ന കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അവർകളോട് ആദ്യം തന്നെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഞങ്ങളോടൊപ്പം നിന്ന കേരളത്തിലെ മുഴുവൻ നാനാതുറകളിൽപ്പെട്ട ആൾക്കാരും എല്ലാവരോടും സപ്പോർട്ടിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ഒരു കാര്യത്തിന് മുൻകൈ എടുത്ത ബഹുമാന്യ റാന്നി MLA ശ്രീ പഴകുളം മധു അവർകളോടും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. എല്ലാവരോടും നന്ദി. ഇനിയിപ്പോൾ എന്താണ് അടുത്ത നടപടി? കുടുംബത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത നടപടി CBI ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ച് പെട്ടെന്ന് ഒരു ഉത്തരവിറക്കിയ കേരള സർക്കാരിനോടും അതുപോലെ മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ഞങ്ങളോടൊപ്പം നിന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ് ഈ വേളയിൽ. അതോടൊപ്പം ഇനിയുള്ള അന്വേഷണം ഒരു സത്യസന്ധമായ അന്വേഷണം തന്നെ നടക്കട്ടെ, അതുമാത്രമാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അതെ, ഞങ്ങൾ മുൻ സർക്കാരിന്റെ കാലത്ത് തന്നെ അപേക്ഷ കൊടുത്തിരുന്നതാണ്. ഞങ്ങളിപ്പോൾ ഈ സർക്കാരിനെ കണ്ട് നിവേദനം കൊടുത്ത ഉടൻ തന്നെ ഇങ്ങനൊരു നിയമനവും അതിന് ഉത്തരവ് ഇറങ്ങിയതിലും അതിലുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഇതിപ്പോൾ ഒരു സമയബന്ധിതമായിട്ട് അന്വേഷണം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരുപാട് നീണ്ടുപോകാനും പാടില്ല. അപ്പം അങ്ങനത്തെ ഒരു ഡെഡ് ലൈൻ ഒരു കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാ CBIയുടെ ഫോഴ്സുകളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ എല്ലാവർക്കും അറിവുള്ളതാണ്. അവരവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് വളരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമഗ്രമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ശാസ്ത്രീയമായ ഒരു അന്വേഷണം തന്നെ നടത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ CBI അന്വേഷണത്തിന് വിട്ടതിന് പിന്നാലെ തന്നെ വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഈ ജില്ലയിലുള്ള CPI നേതാക്കളടക്കം ഈ കുടുംബത്തിനൊപ്പം ആദ്യഘട്ടത്തിൽ നിന്നതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം PB അക്ഷകുമാർ ഇതിനകത്തൊരു മറുപടി പറഞ്ഞിരിക്കുന്നത് CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല, PP ദീദിയെ പൂർണ്ണമായിട്ടും നിരപരാധിയാണെന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു കുടുംബത്തിനൊപ്പം നിന്ന ആളുകൾ ഇപ്പോൾ മാറ്റി പറയാനകത്തൊരു പ്രതികരണമുണ്ടോ? ഞങ്ങൾ ആദ്യം തൊട്ട് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ ആരെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ല പോകുന്നത്. ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷനും ഫെയർ ട്രയൽ എന്ന് പറയുന്ന ഇരയുടെ വിക്ടിമിന്റെ അവകാശമാണ്. ഞങ്ങൾ അതിനുവേണ്ടിയാണ് പോരാടുന്നത്. സത്യസന്ധമായി അന്വേഷിക്കട്ടെ, എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ, ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ. ഇപ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അവർ നടത്തുന്നതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? CBI അന്വേഷണത്തെ അവർ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾ നീതി മാത്രമേ നോക്കുന്നുള്ളൂ. അവർക്കൊരു CBI അന്വേഷണത്തെ അവർ ഭയക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, CBI അന്വേഷണത്തിന്റെ ഭയക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് എതിർക്കുന്നു? സത്യം പുറത്തു വരട്ടെ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അംഗീകരിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, കോടതികളിൽ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്തു CBI അന്വേഷണത്തെ. സുപ്രീം കോടതി തീരുമാനമെടുത്തത് കേസിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടല്ല, അന്വേഷണമെല്ലാം തൃപ്തികരമായിട്ട് നടക്കുന്നുണ്ടെന്ന് പോലീസ് അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അപ്പോൾ എന്തായാലും ഇടതുപക്ഷം അല്ലെങ്കിൽ CPM ഈ CBI അന്വേഷണത്തെ ഭയക്കുന്നുണ്ട് എന്നുള്ളത് അവർ പറയാതെ പറയുന്നുണ്ടല്ലേ? ഞങ്ങൾക്കെതിരെ രാഷ്ട്രീയമില്ല. ഞങ്ങൾ ആദ്യം പറഞ്ഞാണ് ഞങ്ങൾക്ക് സത്യസന്ധമായി ഇത് എല്ലാ വസ്തുതകളും അന്വേഷിക്കണം. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള സംശയങ്ങൾ ഞങ്ങൾക്ക് ആദ്യം തൊട്ട് തോന്നി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം സമഗ്രമായി ശാസ്ത്രീയമായിട്ട് അന്വേഷിക്കട്ടെ CBI. അല്ല, നമ്മുടെ സംശയങ്ങളെല്ലാം ഞങ്ങൾ കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ആരൊക്കെ വരാം, എന്തൊക്കെ ഗൂഢാലോചന വന്നിട്ടുണ്ടാകാം, ഇതിലെ CDRകളെല്ലാം കളക്ട് ചെയ്യണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഇനി ഒരു പുതിയ അന്വേഷണ ഏജൻസി ഏറ്റെടുക്കുകയാണ്, അവരന്വേഷിക്കട്ടെ.